നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും എപ്പോഴും നമ്മുടെ അടുത്തിരിക്കുകയും നമ്മെ ചേർത്ത് നിർത്തി നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമന്ന് നമ്മെ മുമ്പോട്ട് പോകുവാൻ വഴികാട്ടിയായി, പാതയ്ക്ക് ദീപമായി കൈപിടിച്ച് ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. രാവിലെ ഈ പ്രത്യേക സമയത്ത് ദൈവവചനം കേൾപ്പാൻ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം 14 വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം 14 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. പൗലോസ് അപ്പോസ്തലനെ കേന്ദ്രീകരിച്ചുള്ളൊരു വാക്യമാണിത്. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്കെന്ന വണ്ണം പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് കപ്പൽ യാത്ര ചെയ്തു വരികയാണ് പൗലോസ്. ഓരോ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ താൻ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായും കർത്താവിനെ വിശ്വസിച്ച ശിക്ഷഗണങ്ങളിൽ പലരും കാണും. കപ്പൽ ചിലപ്പോൾ 1, 2, 4, 5 ദിവസങ്ങളൊക്കെ ആ തുറമുഖത്ത് ചരക്കിറക്കിയും ചരക്ക് കയറ്റിയും വൈകുമ്പോൾ അന്നത്തെ നിലവാരമനുസരിച്ച് അവിടെയുള്ള ശിഷ്യന്മാരെ കാണുക പതിവാണ്. അങ്ങനെ പൗലോസ് തുറമുഖങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് യാത്ര ചെയ്ത് എത്തിപ്പെടാൻ വേണ്ടി വെമ്പൽ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തുറമുഖങ്ങൾ താണ്ടി വരുമ്പോൾ ശിഷ്യന്മാരെ കണ്ട് വന്ന് കൈസരിയിലെത്തി. കൈസരിയിലെത്തിയപ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകന് 4 പ്രവചിക്കുന്ന പെൺമക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ആ വീട്ടിൽ, ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ദൈവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥന ആവശ്യമുള്ളവരും ദൈവിക ബോധമുള്ളവരും ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി ദാഹിക്കുന്നവരുമെല്ലാം ചെല്ലാറുണ്ട്. ഞാനൊരു കാര്യം ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓർപ്പിക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ ദൈവാത്മ സാന്നിധ്യമുള്ള, ആത്മീക ശുശ്രൂഷയുള്ള, ദൈവവുമായിട്ട് അടുത്ത ബന്ധമുള്ള, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വീട് ഒരുപാട് പേരുടെ അഭയകേന്ദ്രമായിരിക്കും. അവരുടെ അടുക്കൽ ഒരുപാട് ആളുകൾ വരും. കർത്തൃദാസന്മാരും ദൈവമക്കളും സാധാരണക്കാരും ആവശ്യക്കാരും ഒക്കെ വരും. നമ്മുടെ വീടുകളെ നമുക്ക് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ? നമ്മൾ ക്ഷണിച്ച് നമ്മുടെ ഒരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയൊക്കെയുള്ള സമയത്ത് നമ്മൾ പ്രിയപ്പെട്ടവരെ വിളിച്ച് ഒരു കേക്ക് മുറിച്ചോ ഒരു ആഹാരം ക്രമീകരിച്ചൊക്കെ ആളുകളെ ഒന്നിച്ചു കൂട്ടി സന്തോഷിക്കുന്ന രീതി നമുക്കുണ്ടായിരിക്കാം. എന്നാൽ അതിലപ്പുറം ഈ ഫിലിപ്പോസിൻ്റെ വീടിനെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ വീട്ടിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിക്കുന്ന 4 പെൺമക്കൾ. ആ കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ പ്രായമൊന്നും എനിക്കത്ര കൃത്യമായിട്ട് പറയാൻ അറിയില്ല. എന്തുമാകട്ടെ, അനേക ആളുകൾ അവിടെ വരും. പ്രത്യേകിച്ച് ഈ പൗലോസിനെ പോലുള്ളവർ പോലും ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ഒന്ന് കയറും, പ്രാർത്ഥിക്കുകയും ദൈവാലോചന കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അന്നത്തെ ഒരു രീതിയാണ്. നമ്മുടെ വീട്ടിലും ആരുള്ളതിനേക്കാൾ ദൈവാത്മാവുള്ള, ദൈവശബ്ദം ആളുകൾക്ക് കേൾക്കാൻ കഴിയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മ നിറവും ദൈവിക ശുശ്രൂഷയുമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയോ പേർക്ക് ഇന്നും ഈ കാലഘട്ടത്തിലും ആത്മീക ശുശ്രൂഷ ആശ്വാസമാണെന്നറിയൂ. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ പൗലോസ് എത്തി ചില ദിവസങ്ങൾ അവിടെ തങ്ങുമ്പോൾ അവിടെ ശക്തനായിരിക്കുന്നൊരു പ്രവാചകൻ വന്നു. പ്രവാചകൻ വന്നിട്ട് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തന്നെ കെട്ടി. ആ പ്രവാചകൻ്റെ പേര് അഗബോസ് എന്നാണ്. യെരുശലേമിൽ നിന്നാണ് അദ്ദേഹം വന്നത്. എന്നിട്ട് ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ ആരാണോ അവനെ യെരുശലേമിൽ യഹൂദന്മാർ ഇതുപോലെ പിടിച്ച് ബന്ധിച്ച് ജാതികളെ ഏൽപ്പിക്കും എന്ന് പ്രവചനമായി പറഞ്ഞു. അന്നത്തെ ഒരു പ്രവചന രീതി, ഒരു ശൈലി. ഇത് കേട്ടാറെ പൗലോസിനോട് സ്നേഹമുള്ള ഒത്തിരി പേർ, ഞാൻ പറഞ്ഞല്ലോ, ആ വീട്ടിലെപ്പോഴും ആളുകളും പ്രാർത്ഥനയൊക്കെ നടക്കുന്നത് കൊണ്ട്
കർത്താവിനെ അറിഞ്ഞ് വിശ്വസിക്കുന്ന പലരും ആ വീട്ടിലുണ്ട്. അവരെല്ലാവരും കൂടി പൗലോസിനെ ചൊല്ലി കരഞ്ഞു. അയ്യോ, യെരൂശലേമിൽ പോകരുത്, അങ്ങേക്കൊരു കേട് സംഭവിക്കരുത്, പറയുന്നത് കേൾക്ക്, ദൈവത്തിൻ്റെ ആത്മാവല്ലേ പറഞ്ഞത്, പോകരുത് എന്ന് പറഞ്ഞ് കലക്കിയപ്പോൾ, ഹൃദയം കലക്കത്തക്ക രീതിയിൽ വിലക്കിയപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങളെങ്ങനെ കരഞ്ഞ് എൻ്റെ ഹൃദയം കലക്കല്ലേ? ഞാൻ കർത്താവിന് വേണ്ടി യെരൂശലേമിൽ ഉപദ്രവിക്കപ്പെടാൻ മാത്രമല്ല, അവിടെ പോയി മരിക്കാൻ പോലും ഒരുങ്ങിയിരിക്കുന്നവനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അതായിരുന്നു, എനിക്ക് കർത്താവിന് വേണ്ടി മരിക്കുന്നതിൽ പേടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം യെരൂശലേമിലേക്ക് പോകാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്യുകയാണ്. ആ പ്രവചനം പൗലോസ് നിഷേധിച്ചതാണോ? യെരൂശലേമിൽ ചെന്നപ്പോൾ ഉപദ്രവിക്കപ്പെട്ടില്ലേ? അപ്പോൾ ദൈവാത്മാവ് പറയുന്നത് അവഗണിക്കുന്നൊരു മനുഷ്യനാണോ പൗലോസ് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അത് യുക്തിസഹജം, അത് മാറ്റിവെക്കുന്നു. പക്ഷെ നമ്മൾ നുറുങ്ങ് ചിന്തകൾ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതനുസരിച്ചും അത് അംഗീകരിച്ചും ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഉപകരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ പറയുന്ന രാവിലത്തെ അല്പാൽപമായിരിക്കുന്ന ദൂത്. അതുകൊണ്ട് പശ്ചാത്തലങ്ങളും ഇതിന് അനന്തര സംഭവങ്ങളും നടപടികളും എല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഈ വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പറയട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒത്തിരി കരഞ്ഞിട്ടും ഒത്തിരി വിലക്കിയിട്ടും പൗലോസ് അതിന് വിധേയപ്പെടാതായപ്പോൾ അവിടെയുള്ള ദൈവമക്കളും കർത്തൃദാസന്മാരും കൂടി പറഞ്ഞ് ആ സംഭവം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. അതിപ്രകാരമാണ്. ആ വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇനി ആ വാക്ക് മാത്രം നമുക്കെടുക്കാം. കർത്താവിൻ്റെ ഇഷ്ടം നടക്കാൻ നമുക്ക് മിണ്ടാതിരിക്കാം. ആ വാക്ക് മാത്രം നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ, അതെ ഞാനീ പറയുന്നത്, നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്ന, നിങ്ങൾക്ക് ഉത്തരം മുട്ടിയിരിക്കുന്ന, നിങ്ങൾ തലമുടി പിച്ചിപ്പറച്ച് നെഞ്ചത്തടിച്ച് കരയത്തക്ക രീതിയിൽ ഭാരം നേരിട്ടിരിക്കുന്ന, അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകട്ടെ, നിങ്ങളുടെ വീട്ടിലെ കാര്യമാകട്ടെ, നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യമാകട്ടെ, നിങ്ങളുടെ ശാരീരിക വിഷയമാകട്ടെ, അപ്രതീക്ഷിതമായിട്ടുണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മനോദുഃഖങ്ങൾ സമ്മാനിക്കുന്ന വിഷയമാകട്ടെ, നിങ്ങൾ ദൈവീക ബോധമുള്ളവരും ദൈവത്താൽ അനുഗ്രഹീതരും ദൈവം പറയുന്നത് അനുസരിക്കുന്നവരും ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവീക നടത്തിപ്പുകൾ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ആ വിഷയത്തെ ചൊല്ലി ദൈവത്തിനൊരിഷ്ടം ഉണ്ടായിരിക്കില്ലേ? ഇഷ്ടം എന്തുമാകട്ടെ, ദൈവത്തിന് എന്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ ചൊല്ലി ദൈവത്തിനൊരിഷ്ടം ഉണ്ടായിരിക്കില്ലേ? പറ, അതാദ്യം പറ. നിങ്ങൾ ആദിഭൂതികൾ കയറി വിഷമിച്ചും വേദനപ്പെട്ടും എന്താകുമെന്നറിയില്ല എന്നും പറഞ്ഞ് ആശങ്ക കയറി വല്ലാതെ മനോദുഃഖം ഭാരപ്പെടുന്ന, എന്തോ സംഭവിക്കും, ഇതിങ്ങനെ പോയാൽ മുഴുവൻ നാണക്കേടാകും, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല, പ്രതീക്ഷകൾ അസ്തമിക്കും, ഇതെങ്ങും എത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെടുന്ന വിഷയത്തെ ചൊല്ലി ദൈവത്തിന് ഒരഡമൻ്റ് ആയ താല്പര്യം കാണില്ലേ? ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കും എന്നൊരു പ്ലാൻ ദൈവത്തിനില്ലേ? നിങ്ങളുടെ വേലസ്ഥലത്തെക്കുറിച്ചോ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചോ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ എന്തുമാകട്ടെ, ഞാൻ വിശ്വസിക്കുന്നത് എന്നെക്കുറിച്ച്, എൻ്റെ നാളുകളെക്കുറിച്ച്, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചെല്ലാം എൻ്റെ ദൈവത്തിന് എൻ്റെ വിചാരങ്ങൾക്കപ്പുറമായിരിക്കുന്ന വിചാരങ്ങളും എൻ്റെ ഇഷ്ടത്തേക്കാൾ അപ്പുറമായിരിക്കുന്ന ഇഷ്ടങ്ങളും ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ ഇഷ്ടങ്ങൾ നടത്തിപ്പിൽ വരുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പുറകെ പ്രാർത്ഥിച്ചും ഉപവസിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങളെങ്ങനെയാണെന്ന് നിങ്ങളെ തന്നെ വിലയിരുത്ത്. നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ദൈവദാസന്മാരുടെ അടുക്ക പോവുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തെ വിളിക്കുകയൊക്കെ ചെയ്യുകയാണോ? അതെയോ എന്നിന്ന കാര്യത്തിൽ ദൈവത്തിനൊരിഷ്ടമുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു? ദൈവത്തിന് ഇഷ്ടമുണ്ട് ദൈവമക്കളെ. ആകുലപ്പെടാതെ, ഭാരപ്പെടാതെ, ഈ വിഷയങ്ങളൊക്കെ ദൈവം സമ്മതിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു ഹിതമുണ്ട്, അതിനെക്കുറിച്ചൊരു വലിയ പ്ലാനുണ്ട്. എബ്രായ ബാലന്മാർ തീച്ചൂളയിൽ വീണപ്പോഴും സിംഹക്കുഴിയിൽ ദാനിയേൽ വീണപ്പോഴും ഈ ദാവീദിനെ കാട്ടിലൂടെ ശൗൽ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴൊക്കെ അതിൻ്റെ പുറകിൽ, ഇതൊക്കെ സമ്മതിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരിഷ്ടമുണ്ട്. ആ ഇഷ്ടം ദോഷത്തിനും തിന്മയ്ക്കുമല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് വേണം? ഞാൻ കുറച്ചുകൂടെ അതിനെ തെളിച്ചു പറയാം. ദൈവ ഇഷ്ടം നടക്കാൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം? ദൈവ ഇഷ്ടം നമ്മളിൽ നടക്കാൻ എന്തായിരിക്കണം? പ്രാർത്ഥിച്ചു, ഉപവസിച്ചു,
അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ദൈവദാസന്മാരെ വിളിച്ചോ അവർക്ക് ഇച്ചിരി പണം കൊടുത്തു ആ കാര്യം നടക്കാൻ വേണ്ടി നമ്മുടെ ഒരു വഴിപാടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ വാക്യം വെച്ച് ഇന്ന് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയാം, നിങ്ങളിൽ ദൈവ ഇഷ്ടം നടക്കാൻ, കർത്താവിൻ്റെ ഇഷ്ടം നടക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആ വിഷയത്തെ ചൊല്ലി നിങ്ങൾ കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരിക്കുക. ദൈവേഷ്ടം നടക്കാൻ നമുക്ക് മിണ്ടാതിരിക്കാം. നാം മിണ്ടിയാൽ എന്താ കുഴപ്പം എന്നതൊക്കെ വലിയ പ്രസംഗമായി പോവും. എങ്കിലും ഞാൻ 2 വാക്യങ്ങൾ സങ്കീർത്തനത്തിൽ നിന്ന് പറയാം. 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദൈവം എന്താ പറഞ്ഞേ? മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. മിണ്ടാതിരുന്ന് ദൈവത്തെ അറിയണോ, ശരിക്കും അറിയണോ? നമ്മൾ മൗനമായി ആ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയിരുന്നേ. തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുന്നവൻ നാം മിണ്ടാതിരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും, ബലം വെളിപ്പെടുത്തും. 37-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിലോ, യഹോവയ്ക്കായി മിണ്ടാതെ ഇരുന്ന് അവനിൽ പ്രത്യാശ വയ്ക്കുക. മിണ്ടാതെ പിണങ്ങി മുഖം വീർപ്പിച്ചിരിക്കുകയല്ല. ആ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല, ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയില്ല, ഞാൻ മിണ്ടാതിരിക്കുക, എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. ബാക്കി നിങ്ങളോട് ചിന്തിക്കണേ, നിങ്ങൾ തീരുമാനിക്കണേ. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ, കർത്താവിൻ്റെ ഇഷ്ടം നടക്കാൻ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് നാൾ അഭിപ്രായം പോലും പറയാതിരിക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ ഏൽപ്പിക്കാം. അതിനർത്ഥം വായും മൂടിക്കെട്ടി ജീവിതകാലം മുഴുവൻ ഇരിക്കണമെന്നല്ല. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മൗനമാകാം. ദൈവേഷ്ടം നമ്മിൽ നടക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവരെ ഏൽപ്പിക്കുന്നു, അവരുടെ മക്കളെ ഏൽപ്പിക്കുന്നു. ഏതൊക്കെയോ വിഷയത്തിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറാനുള്ളവർ ഇത് കേൾക്കുന്നുണ്ട്. അപ്പാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. ദൈവേഷ്ടം നടക്കാൻ ഞങ്ങൾ മിണ്ടാതിരിക്കാം. അപ്പാ, കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.